ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാ അംഗനവാടി ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ ജനുവരി മാസത്തെ CBE. നമുക്കറിയാം, നമ്മൾ എല്ലാ മാസങ്ങളിലും 2 സാമൂഹ്യാധിഷ്ഠിത പരിപാടി നമ്മൾ വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ജനുവരി മാസത്തിൽ നമുക്ക് CBE ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനുവരി മാസത്തിൽ നമുക്ക് 2 CBE ആണ് തന്നിരിക്കുന്നത്. ഒന്ന് ജനുവരി 24-ാം തീയതിയും ഒന്ന് ജനുവരി 29-ാം തീയതി ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ജനുവരി 24-ലെ ആദ്യത്തെ CBE എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി നിങ്ങളെല്ലാവരും അംഗനവാടിയിൽ ബെനിഫിഷ്യറീസിനെ കൊണ്ട് വിളിക്കാറുണ്ട്. ആ ബെനിഫിഷ്യറീസ് വന്ന് നിങ്ങളെ പ്രോഗ്രാം നടത്തും. ആ പ്രോഗ്രാം നടത്തിയതിന് ശേഷമാണ് നിങ്ങളെ റിപ്പോർട്ട് കൊടുക്കാറുള്ളത്. ആ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പോഷൻ ട്രാക്കറിൽ CBE രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഇപ്രാവശ്യം CBEയുടെ സബ്ജക്റ്റ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. സബ്ജക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്ക് കണ്ടില്ലേ CBE 1 എന്ന് പറഞ്ഞിട്ട് കണ്ട. നമുക്കതിൽ നടത്തേണ്ട ഡേറ്റ് നിങ്ങൾ നോക്കിയാൽ 24/1/2024 നമുക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. നമുക്കറിയാം, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നാഷണൽ ഗേൾ ചൈൽഡ് ഡേ നമ്മൾ ആചരിക്കുന്നുണ്ട്. അത് ജനുവരി 24-നാണ്. ആ ജനുവരി 24-ന് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്. അതിൽ പറയുന്നുണ്ട്, പെൺകുട്ടികളുടെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടാനും മെച്ചപ്പെട്ടതും അന്തസ്സുള്ളതുമായ ജീവിതം കൈപ്പെടുത്തി ഉയർത്താൻ സഹായിക്കുവാനും ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് അവർക്കായി ഒരു ദിനം മാറ്റിവെക്കാൻ രാജ്യം തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാമുകൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന കുട്ടികൾക്ക്, അതായത് പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും ബോധവൽക്കരിക്കാനായിട്ട് നമുക്കൊരു നോട്ട് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും. ആ നോട്ടിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നോട്ടിൻ്റെ മോഡൽ. കണ്ട, CBE 1 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ 24/1/2024. അപ്പോൾ നമുക്കൊരു 6 പേജ് വരുന്ന ഈ ഒരു നോട്ട് നിങ്ങളപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും നിങ്ങൾക്കിതിൻ്റെ PDF അല്ലെങ്കിൽ വേർഡ് ഫോർമാറ്റോ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കി അതിന് ശേഷം വേണം നമ്മുടെ ബെനിഫിഷ്യറീസായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതാവസ്ഥയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് വേണ്ട പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ കാര്യങ്ങൾ നമ്മുടെ ബെനിഫിഷ്യറിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് തന്നെ നിങ്ങൾക്ക് തരുന്ന നോട്ട്സ്. ഇത് 24-ാം തീയതി നിങ്ങൾ അംഗനവാടിയിൽ ഈ പറഞ്ഞ പ്രവർത്തനം ചെയ്യണം. ഇതോടുകൂടി ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ CBE രേഖപ്പെടുത്തേണ്ടത്. നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ നോർമലി മുന്നിൽ ചെയ്യുന്ന പോലെ മോർ ഓപ്ഷനിൽ പോവുക. മോർ ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം, കണ്ടില്ലേ, ഇവൻറ്റ്സ്. ആ ഇവൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് CBE കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റ് സാമൂഹ്യാധിഷ്ഠിത പരിപാടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണാം. ആ CBE നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ചോദിക്കുന്നത്, നമ്മൾ ആദ്യത്തെ CBE ആണ്. നമുക്കറിയാം, നമ്മളൊരു CBE ചെയ്തിരുന്നെങ്കിൽ ആ ഒരു CBE താഴെ കിടന്നാണ്. നമ്മൾ മാസത്തിലെ ആദ്യത്തെ CBE ആണ് 24-ാം തീയതി ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളോട് ഓർഗനൈസ് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ യെസ് കൊടുക്കുക. അതിന് ശേഷം നമ്മളവിടെ ഡേറ്റ് അടിച്ച് കൊടുക്കുക. 24-ാം തീയതിയാണ് നമുക്ക് വരുന്നത്, 2024. ഓക്കെ, നമുക്ക് 24-ാം തീയതിയാണ് വരുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ അടുത്ത് തീം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ആദ്യത്തെ CBEക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള തീം എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും താഴെ ഏറ്റവും അവസാനം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന് പറഞ്ഞിട്ട് കാണാം, കണ്ട. അപ്പോൾ 24-ാം തീയതി എല്ലാ ടീച്ചേഴ്സും ഈ CBE സാമൂഹ്യാധിഷ്ഠിത പരിപാടി ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുക. അതിൽ താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് സബ്മിറ്റ് ആകുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പച്ച കളറിൽ ഈ പറയണ പ്രോസസ്സ് സബ്മിറ്റഡ് അല്ലെങ്കിൽ CBE സബ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാം. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ തെറ്റരുത്, എല്ലാ ടീച്ചേഴ്സും ഇത് നമ്മുടെ ഫോണിനകത്ത് നിങ്ങൾ കയറിയിട്ട് CBE അന്ന് തന്നെ നമുക്കറിയാം നമുക്ക് CBE ചെയ്തവർ സബ്മിറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഫണ്ട് കിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അർഹരായിരിക്കുള്ളൂ. അതുകൊണ്ട് ഒറ്റ ആൾ പോലും മറക്കാതെ ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരും വിട്ടു പോകരുത്, എല്ലാവരും ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.